അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ഖാല കാന അക്തറു ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അല്ലാഹുവേ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകുകയും നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കുകയും ചെയ്യണം അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. ആരാണ് അള്ളാഹുവിൻ്റെ ഹബീബ്? മഹ്ശറാലോകത്ത് സുവലോക സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ ചാരത്ത് ഞാൻ കടന്നു ചെല്ലും. അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ ആത്തി ബാബൽ ജന്ന, ഞാൻ സുവലോക സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ ചാരത്തെത്തും. ആ സമയത്ത് ആ സ്വർഗത്തിനെ കാക്കുന്ന മാലാഖ എന്നോട് ചോദിക്കുകയാണ്, മൻ അൻത, അങ്ങ് ആരാണ്? ഞാൻ ആ സമയത്ത് പറയും, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബിയാണ്. ആ മലക്കനോട് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്കാണ് ഈ സുവലോക സ്വർഗം തുറന്നു തരാനുള്ള ഓർഡർ ഉള്ളത് നബിയെ എന്ന്. അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തത്, അള്ളാഹുവേ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും നന്മ നൽകുകയും വഖിനാ അദാബന്നാർ, നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കുകയും ചെയ്യണം അല്ലാഹ്. അപ്പൊ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന റസൂലുള്ള നരകത്തിനെ സംബന്ധിച്ചാണ് കാവലിനെ ചോദിച്ചിരുന്നത്. വളരെ വ്യക്തമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ഖത്തീബന്മാരും മിമ്പറയുടെ മുകളിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഖുത്ബയിൽ അവസാനമായി ദുആ ചെയ്യുന്നത് കാണാൻ കഴിയും. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. എല്ലാ ദുആയും ഒരു പ്രാവശ്യം നൽകിയിട്ട് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് 3 പ്രാവശ്യം ദുആ ചെയ്യുന്നത് കാണാൻ കഴിയും. കാരണം എന്താണ്? ആ നരകം കഠിനമാണ്, നരകം കഠോരമാണ്. അതുകൊണ്ട് ആ നരകത്തിനൊട്ടിട്ട് കാവലിന് ചോദിക്കുകയാണ്. ആ നരകത്തിനൊത്ത് ഞങ്ങളെ കാക്കണം അല്ലാഹ് എന്ന്. എന്തിനാണ് 3 പ്രാവശ്യം ചോദിക്കുന്നത്? അതിന് വ്യക്തമായ ഹദീസിന്റെ പിൻബലമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, മൻ സഅലല്ലാഹൽ ജന്ന, ആരെങ്കിലും ഒരാൾ സുവലോക സ്വർഗത്തിനെ ചോദിച്ചു അള്ളാഹുവിനോട് 3 മറാത്ത്, 3 പ്രാവശ്യം, അല്ലാഹുവേ റബ്ബേ, സ്വർഗം നൽകണം അല്ലാഹ്, സ്വർഗം നൽകണം അല്ലാഹ്, സ്വർഗം നൽകണം അല്ലാഹ് എന്ന് നിരന്തരമായി 3 പ്രാവശ്യം അള്ളാഹുവിനോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഖാലത്തിൽ ജന്ന, ആ സ്വർഗം അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്യും, അള്ളാഹുവിനോട് പറയും, അല്ലാഹുവേ റബ്ബേ, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ഇന്നാലിന സ്ഥലത്ത് വെച്ച് ഇന്നാലിന സഹോദരൻ നിന്നോട് 3 പ്രാവശ്യം സ്വർഗത്തിനെ ചോദിച്ചുവല്ലോ അല്ലാഹ്, അതുകൊണ്ട് ആ സഹോദരന് നീ സ്വർഗം നൽകണം അല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഓ മനിസ്തജാറ മിനന്നാർ, ആരെങ്കിലും ഒരാള് നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിച്ചാൽ 3 മറാത്ത്, 3 പ്രാവശ്യം നരകത്തിനെ തൊട്ട് കാവലിനെ ചോദിച്ച അല്ലാഹുവേ റബ്ബേ, ആ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാഹ്, നരകം കഠിനമാണ്, കഠോരമാണ്, നരകത്തിനെ തൊട്ട് കാവൽ നൽകണം അല്ലാഹ് എന്ന് നിരന്തരമായി ഒരാൾ 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഖാലത്തിന്നാറു, ആ നരകം അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്യും, അള്ളാഹുവിനോട് പറയും, അല്ലാഹുവേ റബ്ബേ, ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരാള് നരകത്തിനെ സംബന്ധിച്ച് കാവലിനെ ചോദിച്ചുവല്ലോ നിന്നോട്, അതുകൊണ്ട് അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, ആ സഹോദരന് നരകത്തിൽ തൊട്ട് കാവൽ നൽകണം അല്ലാഹ് എന്ന് കഠോരമാകുന്ന ശിക്ഷയുള്ള ആ നരകം അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക, സ്വർഗത്തിന് ചോദിക്കുക, നരകത്തിന് തൊട്ട് കാവലിനെ ചോദിക്കുക, അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി